യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ വഴിയെക്കുറിച്ചുള്ള വളരെ ആധികാരികമായ തിരുവചനമുണ്ട്. പാപികളെ നേർവഴി കാണിക്കുന്ന കാര്യമാണല്ലോ നമ്മൾ ഇന്നലെ ചിന്തിച്ചത്. ഏതാണ് നേർവഴി? അതിനെക്കുറിച്ച് നമുക്ക് കർത്താവിൻ്റെ പ്രസ്താവനയൊന്ന് പരിശോധിക്കാം. യോഹന്നാൻ 14:5. തോമസ് കർത്താവിനോട്, കർത്താവേ, നീ എവിടെ പോകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയും എന്ന് പറഞ്ഞു. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ നമ്മുടെ നാട്ടിലേക്ക് വന്ന ശിഷ്യനായ തോമസാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. കർത്താവ് പോകുന്നിടത്തേക്കുള്ള വഴി അറിയാൻ വേണ്ടി അദ്ദേഹം ആഗ്രഹിച്ചു. അങ്ങനെ ആഗ്രഹിച്ച് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ. അപ്പം നേർവഴി കാണിച്ചു തരുമെന്ന് 25-ാം സങ്കീർത്തനത്തിൽ എഴുതിയത് 2000 കൊല്ലം കഴിഞ്ഞപ്പോൾ, അല്ല 3000 കൊല്ലം കഴിഞ്ഞപ്പോൾ ക്രിസ്തു വന്നിട്ട് പറയാണ്, ആ നേർവഴി ഞാനാണ്. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. സ്വർഗത്തിലേക്കുള്ള വഴി, പിതാവെങ്കിലേക്കുള്ള വഴി, നിത്യതയിലേക്കുള്ള വഴി യേശുക്രിസ്തുവാണ്. നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ധ്യാനിച്ചതുപോലെ വഴി കാണിക്കുകയല്ല, വഴി പഠിപ്പിക്കുകയല്ല, വഴിയായിത്തീരുകയാണ്. യേശുവാണ് വഴി. ശരിക്കും അതിൻ്റെ അർത്ഥം എന്താണ്? അതായത്, ഇന്നിന്ന കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാം എന്ന് പറഞ്ഞാൽ അത് വഴി പറഞ്ഞു കൊടുക്കലാണ്. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ലെന്ന് പറഞ്ഞാൽ അത് വഴി പറഞ്ഞു കൊടുക്കലല്ല, അത് വഴിയായിത്തീരുകയാണ്. ഈ വഴിക്ക് നിങ്ങൾ പോയാൽ അവിടെ എത്തും എന്ന് പറയുന്നത് വഴി കാണിച്ചു കൊടുക്കലാണ്. എന്നാൽ എൻ്റെ കൂടെ പോരൂ, ഞാൻ നിങ്ങളെ അവിടെ എത്തിക്കാം എന്ന് പറഞ്ഞാൽ അവനാണ് വഴി. ഒരു കഥയുണ്ട്. സൂപ്പർ മാർക്കറ്റിൽ വെച്ച് ഒരു മകൻ അപ്പൻ്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോയി. അങ്ങനെയാണല്ലോ ചെറിയ കുട്ടികൾ. ഇങ്ങനെ ഓടി 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 സൂപ്പർ മാർക്കറ്റ് മുഴുവൻ അലഞ്ഞു. അവൻ്റെ ഒരു ആഗ്രഹമായി എല്ലായിടവും കാണണോ. ചില സൂപ്പർ മാർക്കറ്റൊക്കെ എന്ന് പറഞ്ഞാൽ ഓടിയാലും നടന്നാലും തീരുകയില്ല, പിന്നെ വണ്ടിയെ പോണതിനകത്തൂടെ. അപ്പം ഇങ്ങനെ ഈ അപ്പൻ ഒരു അറ്റത്തൂടെ, അപ്പനും അമ്മയും ഓരോ വശത്തൂടെ കുട്ടിയെ അന്വേഷിച്ച് നടക്കുക. കുട്ടി ഈ കടയുടെ അങ്ങേയറ്റത്ത് ഡാഡി അന്വേഷിച്ച് നടക്കുക. കുറേ നേരമായപ്പോൾ കുട്ടിയുടെ പേടിയായി, ടെൻഷനായി, കരച്ചിലായി. അപ്പം സൂപ്പർ മാർക്കറ്റിലെ സ്റ്റാഫൊക്കെ ചോദിച്ചു, എന്താ പറ്റി മോനെ? എൻ്റെ ഡാഡി, എൻ്റെ ഡാഡി, എൻ്റെ ഡാഡി, എൻ്റെ വീട്ടിലേക്ക് പോകണം, എൻ്റെ വീട്ടിൽ പോകണം, എൻ്റെ ഡാഡി, ഇങ്ങനെ കരയുക. അവിടെ ആ കടയിലുള്ള ആളുകൾ ചോക്ലേറ്റ് കൊടുത്തു, ഡ്രിങ്ക്സ് കൊടുത്തു, കോഫി കൊടുത്തു. ഒന്നും കൊച്ചിന് വേണ്ട. എനിക്ക് എൻ്റെ ഡാഡിയെ വേണം, എനിക്ക് എൻ്റെ വീട്ടിൽ പോകണം, എനിക്ക് എൻ്റെ ഡാഡിയെ വേണം, എനിക്ക് എൻ്റെ വീട്ടിൽ പോകണം. ഈ കുട്ടിയെ അറിയാവുന്ന ഒരു ചേട്ടൻ അത് ഒഴി വന്നു.
അവൻ ഓടി വന്ന് കൊച്ചിനെ എടുത്തു. 3 വയസ്സുള്ള കുട്ടി. ചേട്ടൻ അറിയാവോ, എൻ്റെ വീട് അറിയാവോ, എൻ്റെ ഡാഡി ഇരിക്കുന്നിടത്തേക്കുള്ള വഴി അറിയാവോ എന്ന് ചോദിച്ച് കരഞ്ഞപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, ഞാനാണ് നിൻ്റെ വീട്ടിലോട്ടുള്ള വഴി. എങ്ങനെയാ? നീ എൻ്റെ കൂടെ ഇരുന്നു. അവനെ കൊണ്ടുപോയി കാറിൽ കയറ്റി. അവനോട് പറഞ്ഞു, ഡോൺ വറി, ഡാഡിയുടെ അടുത്ത് എത്തിച്ചാൽ പോരെ. അവൻ പറഞ്ഞു, അത് മതി. വണ്ടി വിട്ടുപോയി. അങ്ങനെ അവർ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, അവർ പോലീസിൽ വിവരം അറിയിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊച്ചിനെയും കൊണ്ട് ചെന്നു. കൊച്ചിന് സന്തോഷമായി. ഓ, ഇങ്ങനെയല്ലേ വഴിയാന്ന് പറഞ്ഞത്. അതെ, ഈ ലോകത്തിലെ നമ്മളെല്ലാം വഴിതെറ്റിപ്പോവും. അങ്ങനത്തെ ഒരു ലോകമാണിത്. വ്യാജങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു, അഴിമതികൾ നിറഞ്ഞു നിൽക്കുന്നു. ഇതിൻ്റെ നടുവില് വഴിതെറ്റാതെ ദൈവരാജ്യത്തിലെത്തിക്കാൻ യേശു വാക്ക് തരികയാണ്. ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ സത്യം. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ യേശുവിൽ വിശ്വാസമർപ്പിക്കൂ, ഹൃദയമർപ്പിക്കൂ, അവൻ്റെ സ്നേഹത്താൽ ഹൃദയം നിറയ്ക്കൂ. നിത്യത പ്രാപിക്കാം. വഴിതെറ്റുകയില്ല. ഗാഡ് ബ്ലെസ് യു.